തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊഴുവനാൽ ലയൺസ് ക്ലബിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും HDFC ബാങ്കിന്റെയും സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പും 125 തവണ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേമറ്റത്തെ ആദരിക്കലും നടത്തി. ഷിബു തെക്കേമറ്റം 14 വർഷം സേവനം ചെയ്തിരുന്ന തീക്കോയി സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പിലൂടെയാണ് ആദരിക്കൽ നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസിൻ മരിയയുടെ അധ്യക്ഷതയിൽ ഇടുക്കി വിജിലൻസ് DYSPയും മുൻ പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ ഷാജു ജോസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നടത്തി. ഹെഡ് മാസ്റ്റർ ജോണിക്കുട്ടി എബ്രാഹാം, PTA പ്രസിഡന്റ് ജോമോൻ പോർക്കാട്ടിൽ, ഫാദർ ദേവസ്യാച്ചൻ വട്ടപ്പലം, HDFC ബാങ്ക് മാനേജർ പ്രദീപ് ജിനാഥ്, NSS പ്രോഗ്രാം ഓഫീസർ ജെയിംസുകുട്ടി കുര്യാക്കോസ്, സ്കൗട്ട് റോവർ ക്യാപ്റ്റൻ ജെയ്മോൻ കുര്യൻ, ഗൈഡ് ക്യാപ്റ്റൻ അനു ജോൺ, ഡോക്ടർ മാമച്ചൻ, സിസ്റ്റർ ആഗ്നസ് FCC എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റജി കൊച്ചുകരോട്ട്, സിബി തൊഴുത്തുങ്കൽ, NSS വോളണ്ടിയർ ലീഡർമാരായ കെവിൻ ജിൻഡോ, ഏഞ്ചൽ ഷൈബി, അതുൽ അഗസ്റ്റിൻ, ജിയ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മെഗാ രക്തദാന ക്യാമ്പിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 60ഓളം പേർ രക്തം ദാനം ചെയ്തു. പാല മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പഠനത്തോടൊപ്പം കുട്ടികളെ സാമൂഹിക സേവന രംഗത്തേക്കും പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൽ വിവിധ സംഘടനകൾ NSS സ്കൗട്ട് ഗൈഡ് പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അത്തരം ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ പഠനത്തോടൊപ്പം തന്നെ സാമൂഹിക സേവന രംഗത്തേക്കും കൈപിടിച്ച് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ അങ്ങനെ അവരുടെ സമഗ്രമായ വ്യക്തിത്വ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. റോഡ് അപകടങ്ങളും രോഗങ്ങളുമൊക്കെ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ രക്തദാനത്തിന്റെ പ്രസക്തി എടുത്തു പറയേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് രക്തം ലഭിച്ചില്ലെങ്കിൽ നമുക്കറിയാം രോഗി മരിച്ചു വരെ പോയേക്കാം. അപ്പോൾ രക്തം എപ്പോഴും ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. ഞാൻ ബി പോസിറ്റീവുകാരനാണ്. അപ്പോൾ നമ്മൾ ബി പോസിറ്റീവ് എപ്പോഴും നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടകൻ പാലാ ബ്ലഡ് ഫോറത്തിൻ്റെ ജനറൽ കൺവീനറായ 36 വർഷമായിട്ട് ഈ രക്തദാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന 125 പ്രാവശ്യം ബ്ലഡ് കൊടുത്ത് 50 ലിറ്റർ പുതിയതായിട്ട് അതൊരു നേട്ടമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ 120 ഇത്രയും പേർ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് 50 ലിറ്റർ രക്തം പുതിയതായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ രക്തം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്ന അതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ്. ഇത്രയും കൊടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി ഇപ്പോഴും നീര് പോലെ നിൽക്കും, ഇനിയും കൊടുക്കും, ഒരസുഖങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഒരു മാതൃകയാണ്. ഷിബുവിനെ ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ലയൺസ് ക്ലബിൻ്റെ CB ഉണ്ട്, അതുപോലെ ഇതിന് നിങ്ങളുടെ കോപ്പാർട്ണർ HDFC ബാങ്കിൻ്റെ സാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സഹകരണം തരുന്ന ജോമോനുണ്ട്, ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററുണ്ട്, NSSന്റെ കോർഡിനേറ്റർ ഉണ്ട്. എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 13.5 വർഷക്കാലം ഈ ഹയർ സെക്കൻഡറി സ്കൂളില് ഇതിൻ്റെ എല്ലാ വളർച്ചയുടെ തുടക്കത്തിലും എനിക്ക് ഇവിടെ അതിലൊക്കെ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം 13.5 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ കാലഘട്ടമാണിത്. തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് അതിന് ഒരിക്കലും മാറുവാനും പോകുന്നില്ല, മാറ്റുവാനും പോകുന്നില്ല. അപ്പോൾ ആ സ്കൂളിൽ എന്നെ ക്ഷണിക്കുവാനും എന്നെ ആദരിക്കുവാനും ഈ സ്കൂളിലെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ NSSന്റെ ജെയിംസുട്ടി സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും കാണിച്ച ആ സന്മനസ്സിന് അല്ലെങ്കിൽ ആ കാണിച്ചതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയുള്ളവരാണ്. ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. ഒന്നും പേടിക്കണ്ട, ഒട്ടും ഭയപ്പെടണ്ട. പിന്നെ ഇതിന്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ഗുണത്തിന് കൂടെ ഒരു ഗുണം കൂടെ ഉണ്ട്, നമ്മുടെ തലയിലുണ്ടാകുന്ന ഒരു ഗുണം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കാണില്ല. രക്തദാനം ചെയ്യുമ്പോൾ നമ്മുടെ തലയിലൊരു മനോഭാവത്തിന് വലിയ ഗുണം ഉണ്ടാകുന്നുണ്ട്. എന്താ? മനുഷ്യരെ സഹായിക്കുക എന്ന നല്ല ഗുണം. അങ്ങനെ ഒരു മനസ്സുള്ളവരെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് തുടർച്ചയായിട്ട് ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും, നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും.
രക്തദാനം ചെയ്യുന്നതിലൂടെ മനുഷ്യലേക്ക് നന്മ ചെയ്യുക എന്നൊരു നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ മാറുക ചെയ്യുന്നത്. അങ്ങനെ ഏവർക്കും കഴിയട്ടെ. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്കും ജെയിംസ് കുട്ടി സാറിനും ടീച്ചറിനും പ്രിൻസിപ്പലിനും എൻ്റെ സന്നിധാനിക്കുന്ന എല്ലാവരും ഈ ഒരു നല്ല പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈസ്കൂളിൻ്റെ പേരുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലിൻ്റെ ഏതാനും പ്രോജക്റ്റിൽ ഒന്നാണ് ഇന്നിപ്പോൾ നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. നിങ്ങൾ NSS ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ലയൺസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ, ഫോണിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്രയും നല്ലൊരു സ്കൂളിൽ, ഈ സെൻറ് മേരീസ് സ്കൂളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം, അതായത് രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ബ്ലഡ് കൊടുക്കുവാനായി വളരെ താല്പര്യപൂർവ്വം ഇടിച്ചു നിൽക്കുന്ന ഈ സ്കൂളിൽ വന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ ഷിബു സാറിനെ ഒരു മാതൃകയാക്കുക. 125 പ്രാവശ്യം ബ്ലഡ് കൊടുത്ത് 18 വയസ്സ് മുതൽ ഇന്ന് വരെ 125 പ്രാവശ്യം ബ്ലഡ് കൊടുത്ത ഷിബു സാറിനെ നമുക്കൊരു മാതൃകയാക്കാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്, നിങ്ങൾ ഈ തലമുറയാണ് മാതൃകയാകേണ്ടത്. ഈ ഒരു ജീവകാല പ്രവർത്തനത്തിന് ബ്രാൻഡ് അംബാസഡർ ആവേണ്ടത്. ബ്ലഡിൻ്റെ ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്ത് ബ്ലഡുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. തുമ്മിയാൻ നോക്കും, എന്തുകൊണ്ടാണ് തുമ്മിയെന്ന് അടിച്ചു നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നോക്കാൻ പറ്റിയൊരു വിരൽത്തുമ്പിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, മൊബൈലുണ്ട്, അതിലെല്ലാം അറിയാം. എല്ലാം അടിച്ചു നോക്കുക. ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, എത്ര പേരുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ വായ്മൊഴിയായിരിക്കണം നിങ്ങളെക്കാളും മുതിർന്ന ആൾക്കാർക്ക് ഈ രംഗത്തോട്ട് അല്ലെങ്കിൽ രക്തം നൽകാനായിട്ട് പ്രചോദനമാണത്. തീക്കോയി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രക്തദാനം മഹാദാനം എന്ന സന്ദേശത്തിലൂന്നി ഒരു സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തുകയാണ്. ഈ അവസരത്തിൽ നന്ദിയുടെ ഒരു വാക്ക് അർപ്പിക്കുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം.